നമസ്കാരം. കടക്കാർ ഗ്രാമപഞ്ചായത്തിലെ തെരുനായ്ക്കളുടെ ശല്യത്തിനെതിരെയും റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെയും ആയുർവേദ ആശുപത്രിയുടെ ദുരവസ്ഥയ്ക്കുമെതിരെ കടക്കാർ ഗ്രാമപഞ്ചായത്ത് കവാടത്തിന് മുൻപിൽ BJP യുവമോർച്ച പ്രവർത്തകർ ശക്തമായി പ്രതിഷേധിച്ചു. യുവമോർച്ച കടക്കാർ മണ്ഡലം പ്രസിഡന്റ് കടക്കാർ സഞ്ജു അധ്യക്ഷനായി. യുവമോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലാ പ്രസിഡന്റ് സൂര്യകൃഷ്ണൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. BJP കടക്കാർ മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് പത്മനാഭൻ, BJP കടക്കാർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഖിൽ ഓമി, കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി M വിജയകുമാർ, BJP മുതിർന്ന നേതാവ് അശോകൻ കായിക്കര തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. യുവമോർച്ച കടക്കാർ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് മുതാക്കൽ, ഹിജു താജ്, സെക്രട്ടറി ജിത്ത്, BJP തിരുവനന്തപുരം നോർത്ത് ജില്ലാ സെക്രട്ടറി സൗമ്യ, മഹിളാ മോർച്ച തിരുവനന്തപുരം നോർത്ത് ജില്ലാ ട്രഷറർ ആതിര, OBC മോർച്ച കടക്കാർ മണ്ഡലം പ്രസിഡന്റ് ബിജു, BJP അഞ്ചുതെങ്ങ് പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് അഞ്ചുതെങ്ങ് സജൻ, വാർഡ് മെമ്പർ രേഖ, സെന്തിൽ, അശോകൻ കിഴിവിടം, ഇന്ദുലേഖ, BJP ചിറങ്ങൽ മണ്ഡലം IT മീഡിയ സെൽ കൺവീനർ ജയപാലൻ തുടങ്ങിയ പ്രവർത്തകരും പങ്കെടുത്തു. ഓരോരുത്തർക്കും ഈ കടക്കാർ പഞ്ചായത്തിലെ റോഡുകൾ നോക്കിയാൽ മനസ്സിലാകും ഈ റോഡിന്റെ ശോചനീയ അവസ്ഥയും ഈ റോഡിന്റെ ബാക്കിയുള്ള അവസ്ഥയും. കടക്കാർ ഗ്രാമപഞ്ചായത്തിലെ മിക്ക തെരുവ് വിളക്കുകളും പ്രകാശിക്കുന്ന തരത്തിലല്ല. ജനസമിതി ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം അവർക്ക് എണ്ണി പറയാൻ കഴിയുമെങ്കിൽ ഇന്ന് ഈ പൊതുപ്രവർത്തനം നിർത്താൻ ഞാൻ തയ്യാറാണ്. ഒരു കാരണവശാലും അവർക്കത് കഴിയില്ല. അവർ ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടത്തി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്രാമപഞ്ചായത്തിന് താഴെയുള്ള റോഡിൽ ഒരു ആയുർവേദ ആശുപത്രി കടക്കാവൂർ SSBBHS പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി തെരുവ് നായയുടെ ആക്രമണത്തിൽ ഓട്ടോ മറിഞ്ഞ് അതിദാരുണമായി മരണപ്പെടുകയുണ്ടായി. അതിനെതിരെ തെരുവ് നായക്കെതിരെ എന്ത് നടപടിയാണ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത്? യുവമോർച്ചയുടെ തിരുവനന്തപുരം നോർത്ത് ജില്ലയിലെ ജില്ലാ അധ്യക്ഷനെ ക്ഷണിച്ചുകൊള്ളുന്നു. യുവമോർച്ചയുടെ സമരഭടന്മാരെ, സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് തന്നെ നമസ്കാരം. ഞാനിന്ന് രാവിലെ നിങ്ങളുടെ മണ്ഡലം അധ്യക്ഷൻ സഞ്ജുവുമായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞൊരു കാര്യം, ഈ നാട്ടിലെ ഭരണം കൈയാളുന്ന സഖാക്കൾക്ക് ഒരു അഹങ്കാരമുണ്ട്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു തോന്നലുണ്ട്. ഞാനിന്ന് രാവിലെ ഒരു അരമണിക്കൂർ മുന്നേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ചിലരൊക്കെ സംസാരിക്കുന്നത് കേട്ടു. ഇവർക്കെന്താ വേറെ പണിയില്ല? നമുക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടല്ല ഞങ്ങളിവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ ഒരു നാറിയ ഭരണകൂടമുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ ഭരണകൂടം ഇവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ നമ്മുടെ ഒരു സഹോദരി മരണപ്പെട്ടു. എന്തുകൊണ്ട്? ഒരു ആശുപത്രിയുണ്ട്, അവിടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള വൈദ്യുതിയും ജലവും എത്തിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം എന്തിനാണ് ഇവിടെ? ഒരധിക പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. വരും നാളുകളിൽ യുവമോർച്ചയുടെ അതിതീക്ഷ്ണമായ സമര പരമ്പരയായിരിക്കും കടക്കാവൂർ ഭരണസമിതി നേരിടാൻ പോകുന്നതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതാണ്. ഈ പരിപാടിയിൽ ആശംസ അറിയിക്കുന്നതിനായിട്ട് BJP കടക്കാർ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് പത്മനാഭനെ സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ഇന്ന് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത ആരാധനായ നമ്മുടെ സൂര്യകൃഷ്ണ യുവമോർച്ച മണ്ഡലം ജില്ലാ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഇവിടെ സന്നിധാനിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരം ഇന്നിവിടെ നടത്തുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ വിശദമായിട്ട് അധ്യക്ഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയുണ്ടായി. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായ രീതിയിൽ, കാര്യത്തിൽ അവിടെ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ ആനുകൂല്യങ്ങൾ പോലും വളരെ മോശമായ രീതിയിൽ ഒരു ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുവന്നൊരവസ്ഥയാണ് കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് നമ്മൾ കാണുന്നത്. കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു കുട്ടി ഇവിടെ മരണപ്പെടുകയുണ്ടായി. ആ മരണപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വിധത്തിലുള്ള പേപ്പർ വർക്കുകളും അല്ലെങ്കിൽ ഒരു പൊതുജനത്തെ എന്താണ് അവർ ബോധ്യപ്പെടുത്താൻ പോലും കടക്കാവൂരുടെ ഇവിടുത്തെ ഒരു ഭരണസമിതി തീരുമാനിച്ചിട്ടില്ല. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ, ഒട്ടനവധി പദ്ധതികളുണ്ട്. ഈ പദ്ധതികളെല്ലാം തന്നെ സ്വന്തം പോക്കറ്റിലാക്കുന്ന സംസ്ഥാന സർക്കാർ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ തുല്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് ഇടതുപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവരുടെ ഭരണം കൈയാളുകയാണ്. കേന്ദ്ര പദ്ധതികൾ പൂർണ്ണമായും അവരുടെ ലെവലോട്ട് മാറ്റപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് കാണുന്നത്. ആ മാറ്റപ്പെടുന്നതിന് പുറമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണക്കാരനായ ജനങ്ങൾക്ക്, അതായത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള ജനങ്ങൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഓരോ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ആ പദ്ധതികൾ അട്ടിമറിക്കുന്ന രീതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടന്നു പോകുന്നു. നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന, ഈ ഗ്രാമപഞ്ചായത്തിൽ പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ എത്ര വീടുകൾ ഉൾപ്പെടുത്തി? ഇവിടുത്തെ BO അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി, ഇവിടുത്തെ ഭരണസമിതി എന്തുമാത്രം അതിൽ ഇടപെട്ടു? അത് വ്യക്തമായി പൊതുജനങ്ങൾക്കിടയിൽ മറുപടി പറയേണ്ടതാണ്. ആ പ്രധാനമന്ത്രി ആവാസ് യോജന പൂർണ്ണമായിട്ടും കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത്. ലൈഫിലെ ഗുണഭോക്താക്കളെ എൻറോൾ ചെയ്ത് PMIയിലോട്ട് ഉൾപ്പെടുത്തി ആ പദ്ധതി പൂർത്തീകരിച്ചതായിട്ട് അവർ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. ഏകദേശം ഒരു 10-200 പേരെങ്കിലും കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ അർഹരായ പ്രധാനമന്ത്രി ആവാസ് യോജന അല്ലെങ്കിൽ ഭവനമില്ലാത്ത ആൾക്കാരുണ്ട്. അവർ പൂർണ്ണമായിട്ടും ലിസ്റ്റിൽ പുറത്തു പോയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജൽജീവൻ മിഷൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അത് കേന്ദ്ര സർക്കാർ 60% വിഹിതം നൽകുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയാണ് ഗുണഭോക്താക്കളുടെ 40% ഇവർ വിനിയോഗിക്കേണ്ടത്. ആ 40% പോലും ഇവർക്ക് വിനിയോഗിക്കാൻ കഴിയാതെ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരുന്ന സാധാരണപ്പെട്ട അടിസ്ഥാന ജനവിഭാഗത്തിന് അവരുടെ ആ ഒരു കിട്ടേണ്ട അവകാശങ്ങൾ അവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ പദ്ധതി, 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി. സംസ്ഥാന സർക്കാരുടെ വിഹിതം സമയബന്ധിതമായി നൽകാൻ കഴിയാത്തതുണ്ട്. ആ പദ്ധതിയും ഈ അടിസ്ഥാനപരമായിട്ടുള്ള പൊതുസമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഭരണകൂടം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു നേർ പകർപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നത്. ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ ഒരു അട്ടിമറിയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ യുവമോർച്ച ഇന്നിവിടെ സംഘടിതമായിട്ട് നിൽക്കുന്നത്. ഒരു സമര പരമ്പരയുടെ തുടക്കമാണ്. ആരാധനായിട്ടുള്ള പ്രസിഡന്റും അധ്യക്ഷയോടെ സംസാരിക്കുകയുണ്ടായി. ഇനി വരും നാളുകളിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഒരു കേന്ദ്ര സർക്കാർ ഒരു ആനുകൂല്യം പോലും ഇന്ന സമുദായത്തിനാണ് അല്ലെങ്കിൽ ഇന്ന വ്യക്തിക്കാണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. അസംഘടിതമായ മേഖലയ്ക്ക് അല്ലെങ്കിൽ ആ സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ സമരത്തിന്റെ ആവശ്യവും. അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ ഒന്നിലധികം വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണ്, ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംഘടിതമായിട്ടുള്ള പാർട്ടി ആൾക്കാർ, പാർട്ടിയുടെ ബിനാമികളായി നിന്നുകൊണ്ട് ഇവിടുത്തെ ഭരണം കൈയാളുന്ന, എന്നും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്തിരിക്കും അല്ലെങ്കിൽ ന്യൂനപക്ഷമായി നിൽക്കുമെന്നുള്ള ഒരു ബോധം ഇവർക്കുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സാഹചര്യം ഇവിടുത്തെ ഭരണ സമുദായത്തിനും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അവർ വിചാരിച്ചിരിക്കുന്നത് ഉള്ള കാലം മുതൽ ഇനി വരുന്ന സമയം മുതൽ കൂടുതലും ഇടതുപക്ഷവും അല്ലെങ്കിൽ വലതുപക്ഷവും ചേർന്ന്, അതായത് ഇന്ത്യ സഖ്യം പോലെ ഇവിടെയും ഭരണം നടത്താമെന്നുള്ള ധാരണയാണ് ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥ സമ്പ്രദായത്തിനും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണസമിതിക്കും ഉള്ളെങ്കിൽ അത് തിരുത്തുക, അത് മാറ്റേണ്ട സമയമായി. 47% വോട്ട് വിഹിതം കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം പാർലമെന്റ് ഇലക്ഷന് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയതാണ്. അതായത് 100 പേര് എടുക്കുകയാണെങ്കിൽ 47 പേര് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി നിലകൊള്ളുന്ന ഒരു പഞ്ചായത്തിലാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതേപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഗണ്യമായിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ നമുക്കിവിടെ കിട്ടേണ്ടതായിട്ടുണ്ട്. ആ സമയവും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ഇവരുടെ ഭരണ സമ്പ്രദായവും നിലവിലുള്ള ഭരണ സമുദായത്തിന് കൂടെ നിൽക്കാനാണ് പരിപാടിയെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് തക്കതായിട്ടുള്ള മറുപടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സൈഡിൽ നിന്നും ഒപ്പം യുവമോർച്ചയുടെ സൈഡിൽ നിന്ന് ലഭിക്കും. അല്ലെങ്കിൽ അതിനുള്ള മുൻകരുതലായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടി ആവശ്യം 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. തെരുവ് നായ്ക്കളുടെ ശല്യം. ഈ ഗ്രാമപഞ്ചായത്തിലെ എത്ര സ്ലോട്ടറിംഗ് ഹൗസുകളാണ്, അതായത്
നിയമാനുസൃതം പ്രവർത്തിക്കുക എത്ര അറവുശാലകളാണുള്ളത്, എന്തുമാത്രം മാലിന്യങ്ങളാണ് റോഡ് തള്ളുന്നത്, ഇതിന് എന്ത് നടപടിയാണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്? അതുപോലെ തന്നെ നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ സ്ഥലങ്ങളിലും സൗജന്യമായിട്ടുള്ള ടോയ്ലറ്റുകൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിനു വേണ്ടി ഫണ്ട് ചിലവഴിച്ചിട്ടുണ്ട്. എത്ര വിഹിതമാണ് ഈ കടക്കാവൂർ ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ സ്വച്ഛ് ഭാരത് മിഷൻ വഴി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്? അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ നിലപാട് എന്താണ് ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്? ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഇതുമായി മുന്നോട്ട് വരുന്നതായിരിക്കും. സ്വാഭാവികമായിട്ടും അതിന് വ്യക്തമായ മറുപടി നൽകാൻ ഇവിടുത്തെ ഭരണ സംവിധാനവും അതുപോലെ തന്നെ ഉദ്യോഗ സമ്പ്രദായവും മറുപടി നൽകേണ്ട വരും. ഒരു കാരണവശാലും ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിട്ടുള്ള ഒരു സമരം പോലും പിന്നോട്ട് പോയിട്ടില്ല. പൂർവാധികം ശക്തിയോട് തന്നെ ഭാരതീയ ജനതാ പാർട്ടി അതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നിറവേറുന്നവരെ ഭാരതീയ ജനതാ പാർട്ടിയും യുവമോർച്ചയും ഒപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞു ഈ ഒരു സമരത്തിന് എല്ലാവിധ ആശംസകളും നേർന്നു. നന്ദി, നമസ്കാരം. ഒരു മുതിർന്ന നേതാവ് ശ്രീ അശോകൻ നായിക്കരെ യുവമോർച്ചയുടെ നേതാക്കന്മാർ, BJPയുടെ ജില്ലാ മണ്ഡലം തല നേതാക്കന്മാർ, സഹോദരന്മാർ, യുവമോർച്ചയുടെ ധീരജോതാക്കളായ സഹോദരന്മാർ, നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ അവർ പൊതുജനങ്ങളോട് കാണിക്കുന്ന അതിക്രൂരമായ നടപടികൾക്കെതിരെ സമരങ്ങൾ നയിച്ചുകൊണ്ട് ഈ നാട്ടിലെ തദ്ദേശ സ്ഥാപനത്തിലേക്ക് ചെറുപ്പക്കാർ എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ കഴിഞ്ഞ 5 വർഷമായി തെരഞ്ഞെടുത്ത കുറേ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ആ പ്രതിനിധികളെ പാവകളാക്കി ഇരുത്തിക്കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ, അതായത് എങ്ങനെയാണോ സംസ്ഥാന തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ള താല്പര്യം, അത് തന്നെയാണ് ഇവിടെ പാർട്ടിക്കാണ് അധികാരം. തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ നോക്കുകുത്തികളാണ്. ഇവിടെ പ്രസിഡന്റ് ഉണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ നോക്കുകുത്തികളാണ്. പ്രതിപക്ഷങ്ങളുണ്ട്, നോക്കുകുത്തികളാണ്. ഈ കുട്ടി കാരണഭൂതന്മാരാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയിലൂടെ നടക്കേണ്ട സംവിധാനത്തെ തകിടം മറിച്ചുകൊണ്ട് ജനാധിപത്യ മനോഭാവത്തോടു കൂടി നടത്തുന്ന ഈ ഭരണം ജനാധിപത്യ വിശ്വാസികളെല്ലാം കണ്ടു നിൽക്കുകയാണ്. ഇവിടെ എന്ത് നടന്നാലും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും തന്റെ യൂണിയനിൽപ്പെട്ടവരെ കൊണ്ട് നിയമിച്ച്